കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ലൈവ് കണ്ടിട്ടുണ്ടാകും. അച്ഛൻ ക്രൂരമായി തന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു, റൂമിനകത്ത് അടച്ചിട്ടൊക്കെയാണ്, ഇഷ്ടപ്പെട്ട ഒരാളോട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല, മാധ്യമങ്ങളെല്ലാം അവിടെ വരണം, തന്റെ സ്വത്താണ് അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അവർ ചെയ്തിരുന്നു. ആ വീഡിയോ വളരെ വൈകാരികമാണ്. ആര് കേട്ടാലും പെട്ടെന്ന് ഒരു പെൺകുട്ടിയോട് എന്തിനാണ് ഇത് കാട്ടുന്നത് എന്ന് തോന്നിപ്പോകും. പക്ഷേ അതിന്റെ നിജസ്ഥിതി അറിയുമ്പോൾ, അതായത് ഈ പ്രണയിച്ചു എന്ന് പറയപ്പെടുന്ന ആളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നതും കേരളത്തിലെ ചില പെൺകുട്ടികൾ എങ്ങനെയാണ് അപകടങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിട്ട് വേണം ആ സംഭവത്തെ കാണാൻ. അതായത് ഈ പറയുന്ന ഭാസ്കരന്റെ മകൾ സംഗീത അപകടത്തിൽ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ വ്യക്തിയാണ്. ആ പെൺകുട്ടിക്ക് ആ അവസ്ഥ വരുമ്പോൾ ആ രക്ഷിതാക്കൾ അവരെ കൈയൊഴിഞ്ഞില്ല, പരിചരിച്ചതിന് ശേഷം മെഡിക്കൽ സയൻസിൽ അരയ്ക്ക് കീഴ്പോട്ട് ഇനി ചലനശേഷി കിട്ടില്ല എന്ന് പറയുമ്പോഴും ഇവരെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി വീട്ടുകാർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഈ നാഡി വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. നാഡി വൈദ്യനാണ് കഥാപാത്രം. ആ വൈദ്യൻ ഒരു ഇതര മതസ്ഥനാണ്, മുസ്ലിമാണ്. ആ വ്യക്തിയും ഈ കുട്ടിയുമായിട്ട് ഈ നാഡി ചികിത്സക്കിടയിൽ അടുപ്പത്തിലാകുന്നു. സ്വാഭാവികമായിട്ടും അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ ഒരു കുട്ടി അതിന്റെ ജീവിതം ഇരുളടഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിലിരിക്കെ ഇദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുകയും അവരുടെ മാനസിക പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനൊക്കെ അവസരമുണ്ടായപ്പോൾ അദ്ദേഹം തിരിച്ച് സാന്ത്വനിപ്പിച്ചത് ഈ കുട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വലിയ മാനസിക പിന്തുണയായിട്ടുണ്ടാകാം. എന്ത് ലക്ഷ്യത്തിലാണ് ഇത് ചെയ്തു എന്ന് ഈ കുട്ടി ഒരിക്കലും ചിന്തിക്കുന്നില്ല. അവിടെയാണ് അതിന്റെ പ്രശ്നം. കാര്യം ഈ നാഡീ വിദഗ്ധൻ അംഗീകൃതമൊന്നും അല്ല. ആ നാഡീ വിദഗ്ധൻ ഒരു അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളെ പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടി കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതുപോലുള്ള നാഡീ ചികിത്സയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ആ നാഡീ ചികിത്സകന്റെ പിന്നാമ്പുറത്തെ കുറിച്ച് അറിയുമ്പോഴാണ് ആ പിതാവ് കരഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ ആ പിതാവ് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്കും വിലയിരുത്താൻ കഴിയുന്നത്. അതായത് 2 കുട്ടികളും ഭാര്യയുമുള്ളൊരു വ്യക്തി, അയാളാണ് ഈ പറയുന്ന നാഡീ വിദഗ്ധൻ.